സുധീന്ന് എത്തുമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് എപ്പോഴെങ്കിലും അവൻ വരും. കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്ന് യമുന പറഞ്ഞു. ശ്രമമല്ല, അത് നടന്നേ തീരൂ. എന്തിനാണ് അമ്മ അങ്ങനെ ഒരു മഹാഭാവം ചെയ്യുന്നത്? ഒരു കുഞ്ഞിനെ കിട്ടാൻ ജീവിക്കുന്ന ഞങ്ങളെ കുറിച്ച് അമ്മ ഓർത്തില്ലല്ലോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാവും? ബാലരാമനോടും സാന്ദ്രയോടും ഞാൻ എങ്ങനെ മറുപടി പറയും? പൂർണ്ണ മനസ്സോടെയാ ഞാൻ ഈ തീരുമാനം എടുത്തെന്ന് നീ കരുതുന്നുണ്ടോ? യമുന എന്തെങ്കിലും അമ്മയോട് പറഞ്ഞോ? ഇല്ല. സുധിയുടെ ജാതകവിധി ഫലം കാണുന്നത് അഞ്ജലിയുടെ പ്രസവത്തോടുകൂടിയായിരിക്കും. അവൾ മരിച്ചു പോവും, കുഞ്ഞിനെ മാത്രം നമുക്ക് കിട്ടും. ഇതല്ലേ ബാലമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അതെ. സുധിയും സാന്ദ്രയും തമ്മിലുള്ള വിവാഹം നടക്കും. ആ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തിക്കോളാം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനൊക്കെ നല്ലതല്ലേ അനിയന്റെ കുഞ്ഞിനെ തന്നെ വളർത്തുന്നത്? നീ പറയുന്നത് നല്ല കാര്യം തന്നെയാ. പക്ഷേ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബാലരാമനും ഉപേന്ദ്രനും എന്തു പറയുന്നെന്നറിയട്ടെ. അഞ്ജലി അബോർട്ട് ചെയ്യിപ്പിക്കാനാണ് നീക്കമെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് തടയും. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ആര് പറഞ്ഞു ഇത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന്? ഇത് എന്റെ മാത്രം ആവശ്യമായി തീർന്നിരിക്കുക. സുധി തിരിച്ചു വരുമ്പോ കുഞ്ഞ് അവന്റേതല്ലെന്ന് പറയിപ്പിക്കാൻ പോവാ ഞാൻ. എന്തിനാ അമ്മേ ഇനിയും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത്? അമ്മയ്ക്ക് നിശ്ചയമായിട്ടും അറിയാം അത് സുധിയുടെ കുഞ്ഞ് തന്നെയാണെന്നുള്ളത്. സത്യം എന്തായാലും സുധി അഞ്ജലിയെ തള്ളി പറഞ്ഞേ പറ്റൂ. അവൻ അതിന് തുനിഞ്ഞാലും അഞ്ജലി അബോർട്ട് ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തിനാ നിന്റെ പുറപ്പാട്? സുധി തള്ളി പറഞ്ഞാ നീ ഏക്കൂ? എന്റെ അനുജന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഏറ്റോളാം. അവളെ അനിയത്തിയുടെ സ്ഥാനത്ത് തന്നെ കാണുകയും ചെയ്യും. ഡെലിവറിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പ്രസവകാലം വരെ സുധിയെയും അഞ്ജലിയെയും ഒന്നിച്ച് ജീവിക്കാനെങ്കിലും അമ്മ അനുവദിക്കണം. അതിനുള്ള വിശേഷ ബുദ്ധി കാണിച്ചില്ലെങ്കിൽ അമ്മ ദുഃഖിക്കേണ്ടി വരും. എന്തിനുള്ള പുറപ്പാടാ നിന്റെ ഭർത്താവിൻ്റെത്? അഞ്ജലിക്ക് ഫുൾ സപ്പോർട്ടാ അമ്മയുടെ മുമ്പിൽ വെച്ച് അവൻ പ്രഖ്യാപിച്ചത്. എന്നോടും അത് സൂചിപ്പിച്ചു. അഞ്ജലിയുടെ പ്രസവം കഴിയുന്നതുവരെ സുധി അഞ്ജലി ഒരുമിച്ച് ജീവിക്കണമെന്ന്. അത് സാന്ദ്ര സഹിക്കുവോ? അതെന്താ അവൻ ഓർക്കാത്തത്? കുഞ്ഞു സുധിയുടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റുമോ? അവനെ നിഷേധിച്ച് അവളെ കൊണ്ട് അബോർട്ട് ചെയ്യിക്കാനാ ഞാനും അമ്മയെ ശ്രമിക്കുന്നത്. അതിനിടയ്ക്ക് ആ പ്രതാപന്റെ പടപ്പുറപ്പാട്. ഞാൻ എന്ത് ചെയ്യാനാ ഇന്ദിരേട്ടാ? അവന്റെ മനസ്സിലെ മോഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രസവത്തിൽ അഞ്ജലി മരിച്ചു, കുഞ്ഞിനെ നിങ്ങൾക്ക് വളർത്താം, അതല്ലേ? അവൻ ഇത്രയ്ക്ക് വിഡ്ഢിയാണെന്ന് ഞാൻ കരുതിയില്ല. പ്രസവത്തിന് അവൾ മരിച്ചില്ലെങ്കിലോ? ഇനി അഥവാ അങ്ങനെ സംഭവിച്ചെന്നിരിക്കട്ടെ, സുധിക്ക് എങ്ങനെ ആ കുഞ്ഞിനെ വളർത്താൻ കഴിയും? കുഞ്ഞ് അവന്റേതല്ലെന്ന് നമ്മൾ അവനെ കൊണ്ട് പറയിപ്പിക്കും. എന്നാലേ അവന്റെയും സാന്ദ്രയുടെയും വിവാഹം നടക്കും. സുധിയുടേതല്ല എന്ന് പറയുന്ന കുഞ്ഞിനെ ആര് സ്വീകരിക്കും? അവളുടെ വീട്ടുകാർ പാഞ്ഞു വരില്ലേ? ആ കുഞ്ഞിനെ വെച്ച് പിന്നീട് പല കളികളും ഉണ്ടാവും. അവകാശം ചോദിച്ച ആ കുഞ്ഞുമായി ആളുകൾ വന്നാല് നമ്മൾ എന്ത് ചെയ്യും? മുമ്പും പിമ്പും നോക്കാതെ പ്രതാപേണ്ട നീക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നീ അവന്റെ കൂടെ നിൽക്കരുത്. നിന്റെ എതിർപ്പ് മറികടന്ന് അവനൊന്നും ചെയ്യാനാവില്ല. ഈ കളിക്ക് ഞാൻ പ്രതാപേട്ടന്റെ കൂടെ നിൽക്കില്ല. ഈ കുടുംബത്തിനൊപ്പം നിൽക്കും. സുധിയെ ഫോണിൽ കിട്ടുന്നില്ലേ? ഒരു പ്രതികരണവും ഇല്ല ചേച്ചി. ഇന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞ ആളാ. ഞാനൊരു കാര്യം പറഞ്ഞ അഞ്ജലിക്ക് വിഷമമാവരുത്. ചേച്ചി പറയേ. സുധി വരുമെന്ന് അഞ്ജലിക്ക് ഉറപ്പുണ്ടോ? ചേച്ചി ഇപ്പൊ എന്താ അങ്ങനെ ചോദിച്ചത്?
സുധിയുടെ സ്വഭാവം കുറച്ചൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ. വീട്ടുകാരെ നേരിടാനാവാതെ സുധി വരാതിരുന്നാലോ? ചേച്ചി, ആരെല്ലാം സുധി നേരിടണം? അമ്മ, ഏട്ടന്മാർ, ഏട്ടത്തിമാർ, സാന്ദ്ര. അതിന് അപമാനമൊന്നും സംഭവിച്ചില്ലല്ലോ. വിവാഹം കഴിഞ്ഞ കുഞ്ഞ് ജനിക്കുന്നത് നാണക്കേടായിട്ട് ആരും കരുതില്ല. അല്ല, ഇതങ്ങനെയാണോ 2 മുറിയിൽ കഴിഞ്ഞിട്ട്? ഇക്കാര്യത്തിൽ സുധിയേട്ടൻ ആണത്തം കാട്ടുമെന്ന എന്റെ വിശ്വാസം. ഇനി ഒളിച്ചു കളിച്ചാലും അത് എത്ര കാലത്തേക്ക് പറ്റും? ഇവിടെ ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ലക്ഷ്യം ഒന്ന് തന്നെയാ, അബോർഷൻ. സുധി വരാനുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ. വരാൻ ഇനിയും വൈകിയാൽ ആ നീക്കം ഉടനെ ഉണ്ടാവും. അവരുടെ മോഹം നടക്കാൻ പോകുന്നില്ല. അവസാന ശ്വാസം വരെ ഞാൻ പോരാടുക തന്നെ ചെയ്യും. അതിൽ ഞാൻ തോറ്റുപോയാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. പ്രതാപനൊന്ന് നിന്നേ. നിന്റെ ചുവടുമാറ്റം അമ്മ പറഞ്ഞു, കൊള്ളാം. കേട്ടപ്പോ നിന്റെ ബുദ്ധി ഓർത്ത് ഞാൻ അഭിമാനിച്ചു. ചേട്ടൻ പരിഹാസമൊന്ന് നിർത്ത്. അഞ്ജലിയുടെ കുഞ്ഞ് സുധിയുടേതാണെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഇവിടെ ആർക്കും സംശയമില്ല. അത് എന്റെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ പോകുന്ന കാര്യമാ ഞാൻ സൂചിപ്പിച്ചത്. ദത്തെടുക്കലല്ല, അനിയന്റെ കുഞ്ഞിനെ സ്വീകരിക്കല. അഞ്ജലി മരണപ്പെട്ടാൽ അവളുടെ ആളുകൾ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞു വരില്ലേ? നീ എന്താ അതോർക്കാത്തത്? ഇത് വെള്ളരിക്കപ്പെട്ടണമല്ലേ, ആര് വരാനാ? ഏട്ടന്റെ ഉമ്മാക്കി കാണിച്ചുള്ള വിലട്ടൊന്നുമേ എന്റെ മുമ്പ് വില പോകില്ല. അപ്പൊ നീ നേരിട്ടൊരു യുദ്ധത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത് അല്ലേ? ആരോട്? ഞങ്ങളോട്. നിന്റെ ഈ ചീപ്പ് സെന്റിമെന്റ്സ് ഞാൻ വകവെച്ചു തരില്ല. എനിക്കാരുടെ അനുവാദമൊന്നും വേണ്ട. സുധി വരട്ടെ. അവൻ വരില്ല പ്രതാപ്. വരണമെങ്കിൽ അഞ്ജലി ഈ വീട്ടിൽ നിന്നില്ലാതാവണം. അവളെ നമ്മൾ ഒഴിവാക്കണം. ഏട്ടനോട് അവനത് പറഞ്ഞു. പറയുന്നതെന്തിന്? ഊഹിച്ചുകൂടെ? അവൻ അഞ്ജലിയോട് താല്പര്യമോ അവളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ടെങ്കിൽ ഇങ്ങനൊരു പരീക്ഷണ ഘട്ടത്തിൽ അവളെ നമ്മുടെ ഇടയിൽ ഉപേക്ഷിച്ചിട്ട് മാറി നിൽക്കുവോ? അവളെ കൊന്നുകളയാൻ കൂട്ടുനിന്നവനവൻ. അവളോട് സ്നേഹം പോയിട്ട് മനസ്സിൽ അല്പം കാരുണ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ തള്ളിക്കളയില്ലായിരുന്നു. നമ്പാട്ടുള്ളവർ അഞ്ജലിയെ ജീവനോട് വെച്ചേക്കില്ലെന്ന് എല്ലാവരെക്കാളും നന്നായിട്ട് അവനറിയാം. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും അവന് താല്പര്യമില്ല. ഇങ്ങനെയുള്ളവർ തിരിച്ചു വന്നിട്ട് എന്താ പറയാൻ പോകുന്നത്? അഞ്ജലിയുടെ കുഞ്ഞ് അവന്റേതാണെന്നോ? അവൻ നിഷേധിച്ചാൽ നീ ഏൽക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചതായിട്ട് അറിഞ്ഞു. നാണമില്ലേടാ നിനക്ക്? അതൊരു പാഴ്വാക്കല്ല. അതോടൊപ്പമേ ഞാനൊരു വാക്കുകൂടി പറഞ്ഞിരുന്നു. അവളെ ഞാൻ എന്റെ അനിയത്തിയുടെ സ്ഥാനത്ത് കാണുമെന്ന്. നീ ഓർത്തോ, ഉപേന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോ ഒരു നെറികേടും നമ്പാട്ട് അരങ്ങേറില്ല. അതിന് സമ്മതിക്കില്ല. അതേ എനിക്കും പറയാനുള്ളൂ. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ വേഷം കെട്ടിച്ച് തറവാട്ടി കൊണ്ടുവന്നിട്ടേ കറിവേപ്പല പോലെ വലിച്ചെറിയുന്ന നെറുകേടെ നമ്പാട്ട് പ്രതാപൻ ജീവിച്ചിരിക്കുമ്പോൾ അത് അനുവദിച്ചു തരില്ല. ബാലമ്മാവ് മുന്നിട്ടിറങ്ങിയല്ലേ ഈ വഴിപാട് കല്യാണം നടത്തിയത്. ആ വഴിപാടങ്ങ് ഭരിച്ചു എന്ന് ആശ്വസിക്കാനേ ഇനി ബാലമാമിക്ക് കഴിയൂ. മോളെ വേറെ വല്ല പയ്യന്മാർക്കും കെട്ടിച്ചു കൊടുക്കട്ടെ. സുധിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നീയല്ല. അതെ, നമുക്ക് കാണാം. അഞ്ജലി, സുധിയുടെ പേര് നീ പറഞ്ഞു.
അതുകൊണ്ട് അവനോട് വേഗം വീട്ടിലെത്താൻ ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവൻ എത്തിയിട്ടില്ല. അവൻ നിന്നെ വിളിക്കാറുണ്ടോ? ഇല്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ ഞാനിതെന്ന് മനസ്സിലാക്കേണ്ടത്? അമ്മ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് സത്യമാണെന്നാ. സുധിയേട്ടനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഉടനെ പുറപ്പെടാൻ എനിക്ക് വാക്കും തന്നു. എല്ലാം മനസ്സിലാക്കിയിട്ടും സുധിയേട്ടൻ വരാതിരിക്കണമെങ്കിൽ അത് ഈ വീട്ടിലുള്ളവരുടെ ആക്രമണം ഭയന്നല്ലേ. സുധിയേട്ടനെ ഞാൻ ചതിക്കാനാ ശ്രമിച്ചതെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ടെങ്കിലും സുധിയേട്ടൻ എപ്പോഴും എത്തുമായിരുന്നു. നിന്റെ കുഞ്ഞ് സുധിയുടെ ആണെന്ന് ഈ വീട്ടിൽ ആരും വിശ്വസിക്കുന്നില്ല. സുധിയേട്ടൻ മാത്രം വിശ്വസിച്ചാ മതി. അമ്മ വന്നത് എന്ത് മനസ്സിൽ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ കൊന്നുകളയണം. അമ്മ ഇപ്പൊ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ മകന്റെ ചോരയാ. അമ്മയ്ക്ക് എങ്ങനെ തോന്നി മകൻ ആദ്യം പിറക്കുന്ന ഒരു പൊന്നോമനെ കൊന്നുകളയാൻ പറയാൻ? അമ്മയുടെ മകന്റെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ പേറുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കുഞ്ഞമ്മയുടെ മകന്റെയാ. സുധിയുടെ കുഞ്ഞല്ലെന്ന് അമ്മയ്ക്ക് നെഞ്ചി കൈവച്ച് പറയാൻ കഴിയുമെങ്കിൽ ഒരവകാശവും പറയാതെ ഞാൻ പോയി തരാം. പക്ഷേ എന്റെ കുഞ്ഞിന് പിന്നെ അച്ഛനുണ്ടാവില്ല. നിങ്ങളിൽ ഒരാളുടെ നിഴലും എന്റെ കുഞ്ഞിൽ പതിയാനും പാടില്ല. എന്താ അയ്യമ്മേ, ഹോസ്പിറ്റലിൽ വരാന്നുള്ള സമ്മതിച്ചോ? എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അടുക്കുന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? ഈ വീട്ടിലുള്ളവരെല്ലാം നിന്നെ സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം സുധി വരട്ടെന്ന് അവളുടെ പല്ലവി. സുധി മോഹൻ തരാതെ നടക്കാനുള്ള കാരണം എന്താ? അപ്പൊ അവള് പറയുന്നതിലും കാര്യമുണ്ടാവും. അവൻ തന്നെ കാരണക്കാരൻ. ബുദ്ധിപൂർവ്വമുള്ള നീക്കമാ സുധിയുടേത്. പ്രതാപേട്ടൻ പറയുന്നത് കേട്ടെ അമ്മ മനസ്സ് മാറ്റാൻ നിൽക്കരുത്. പക്ഷേ അഞ്ജലിയെ പിടിച്ചുകെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഡോക്ടറുടെ മുന്നിൽ അവൾ എതിർപ്പ് കാട്ടിയാലോ? എങ്കിൽ ഒരു ഡോക്ടറും അത് ചെയ്യില്ല. നമുക്ക് ഹോസ്പിറ്റലുണ്ടല്ലോ. ഹോസ്പിറ്റലേ ഉള്ളൂ. ഡോക്ടേഴ്സ് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് തുള്ളുന്നവരല്ല. ഞാനൊന്ന് പറയാം. അഞ്ജലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ മാത്രമേ സുധി നമ്പാട്ടേക്ക് ഇനി വരൂ. അല്ലാതെ സുധി കയറി വരുമെന്ന് അമ്മ കരുതണ്ട. ഈ അവസ്ഥയിൽ സാന്ദ്രയെ നേരിടാൻ സുധിക്ക് കഴിയില്ല. അബോർഷൻ പ്രശ്നം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. അതിനേക്കാൾ വലുതാ സുധിയെ മടക്കിക്കൊണ്ട് വരിക എന്നുള്ളത്. സുധി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എല്ലാ ബാധ്യതകളും തീർത്ത് അഞ്ജലി ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. അമ്മ അതേപ്പറ്റി ഇനി ചിന്തിക്കേണ്ടത്. ഇക്കാര്യത്തിൽ അമ്മയുടെ മനസ്സ് അലിഞ്ഞു പോയാലേ നഷ്ടപ്പെടുന്നത് സ്വന്തം മകനെ ആയിരിക്കും. സുധി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു എന്നൊരു ന്യൂസ് ഉണ്ട്. നീ ഇതെങ്ങനെ അറിഞ്ഞു? അവനോടൊരു സുഹൃത്തിന്റെ ഫാം ഹൗസിലായിരുന്നല്ലോ. ഇവിടുന്ന് എന്നെ അറിയിച്ചത്. ഇങ്ങോട്ടായിരിക്കൂ? അത് അവൻ അവന്റെ കൂട്ടുകാരനോട് പോലും പറഞ്ഞിട്ടില്ല. ശോ ഈശ്വര, ഇത് എന്തൊരു പരീക്ഷണമാ! അവൻ തിരിച്ചു വരുവമ്മേ. പക്ഷെ ഇപ്പോഴും ആ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അബോർട്ട് ചെയ്യാൻ ഞാൻ ഇനി ആവശ്യപ്പെടില്ല. എനിക്കതിന് കഴിയില്ല ഉപേന്ദ്ര. അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ മകന്റെ കുഞ്ഞാ. അതിനെ ഇല്ലാതാക്കാൻ ഞാൻ പറഞ്ഞ ഒരമ്മയാണോ ഞാൻ? ദേ, ഇനിയെല്ലാം വിധിക്ക് വിട്ടുകൊടുത്തിരിക്കാൻ ഞാൻ. അവനൊന്ന് വന്നാ മാത്രം മതി. അല്ല, അമ്മയോട് ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കും. സുധി കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റാലോ? ആ നിമിഷം മുതൽ അവരൊന്നിച്ച് ജീവിക്കും. അവർക്കിടയിൽ ഒരു മതിലും ഞാൻ ഇനി ഉണ്ടാക്കില്ല.
അവര് ജീവിക്കട്ടെ. ഈ രാത്രി ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും സുധിയേട്ടാ. എനിക്കിത് മാത്രം കേട്ടാ മതിയായിരുന്നു. അഞ്ജലിയുടെ കുഞ്ഞ് സുധിയേട്ടൻ്റെതാണെന്നുള്ള ഈ ഒരു വാക്ക്. ഇനി സുധിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാലും എനിക്ക് സങ്കടമില്ല. അഞ്ജലി ഒഴിഞ്ഞു പോകാനോ? ഇല്ല, എന്റെ മരണം വരെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഗുഡ് നൈറ്റ് അഞ്ജലി. ഗുഡ് നൈറ്റ് സുധിയേട്ടാ. ഗുഡ് നൈറ്റ്. അഞ്ജലി, ദാ ഈ പാല് കുടിക്കും. എന്താ ഇത്ര സന്തോഷം? സുധി വിളിച്ചോ? വിളിച്ചു ചേച്ചി. എന്നെ വിളിക്കുന്നതിന് മുമ്പ് അമ്മയും വിളിച്ചു. സുധി ഉടനെങ്ങാനും വരുന്നുണ്ടോ? നാളെ രാവിലെ സുധിയേട്ടൻ വരും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ചേർത്ത് പിടിച്ച് പറയൂ അത്രേ, അഞ്ജലി എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞ് അഞ്ജലിയുടെ വയറ്റിൽ വളരുന്നതെന്ന്. അപ്പോ നമ്മളാരും കരുതിയ പോലുള്ള ആളല്ല സുധി. നേരെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകും. അവിടെ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും സുധിയേട്ടൻ ചെയ്തിട്ടാ വരുന്നത്. അഞ്ജലി ഒഴുക്കിയ കണ്ണീരും അനുഭവിച്ച വേദനകളും ഈശ്വരൻ കണ്ടു. ഇനി മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. ഞങ്ങൾ പോകുമ്പോൾ ചന്ദ്രിയ ചേച്ചിയും കൂടെ വരണം. വരണമെന്നുണ്ട് മോളെ. പക്ഷേ ഒരു കുടുംബം എനിക്ക് ഇവിടെ ഇല്ലേ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരിടത്തേക്കും പോകേണ്ടി വരില്ലെന്നാണ്. നമ്പാട്ടമ്മ നിങ്ങളെ ഒരിടത്തേക്കും വിടില്ല. ദേ പുറത്ത് മഴ പെയ്യുന്നു. അഞ്ജലിയുടെ സങ്കടങ്ങൾ പെയ്തൊഴിയുന്ന മഴയായത്. സന്തോഷത്തോട് ഉറങ്ങിക്കോ. നാളെ കാണാം. വിഷാദമായി ആത്മജന്മവിലാപമായി ഇവിടെയും പിന്തുടരവേ. മോളെ, എന്നോട് പൊറുക്ക് മോളെ. അമ്മേ, നീ വലതുകാലി വെച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്റെ മോന്റെ ജീവിതത്തിലേക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിട്ടിയായിപ്പോയി ഞാൻ. ഇന്നലെ രാത്രി ഫോണിൽ അവൻ അത് എന്നോട് പറഞ്ഞു. സമ്മർദ്ദങ്ങൾക്കിടയിൽപ്പെട്ട് എന്റെ മോൻ ഉരുകി ജീവിക്കുകയായിരുന്നു. നിന്നെ അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഒടുവിലാ ഞാൻ തിരിച്ചറിഞ്ഞത് മോളെ. ഞാനൊരു സ്വപ്നത്തിലാണോന്ന് സംശയിച്ചു പോവൂ അമ്മേ.
എനിക്ക് നിന്നെ വേണം മോളെ. ഞാനെല്ലാം നിന്നോട് ഏറ്റു പറയാം. പലവട്ടം നീ എന്നോട് ചോദിച്ച ആ ചോദ്യം, എന്തിനായിരുന്നു സുധിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചതെന്ന്, അമ്മ അത് പറയാം മോളെ. മോളെ അത് അരുതമ്മേ, അമ്മ അതെന്ത് തന്നെയായാലും ഇനി എന്നോടത് പറയരുത്. ഒരിക്കലും എനിക്കത് അറിയണ്ടമ്മേ. ഒന്നുമില്ലാത്തവളായ എനിക്ക് ഈ വലിയ വീട്ടിൽ വന്നു കയറാൻ കഴിഞ്ഞു. സുധിയേട്ടനെ പോലെ ഒരു മനുഷ്യന്റെ ഭാര്യയാവാൻ കഴിഞ്ഞു. അമ്മയുടെ സ്നേഹം നേടാൻ കഴിഞ്ഞു. ഇതിനേക്കാൾ വലുതായി ഈ പാവം പെണ്ണിന് എന്ത് സൗഭാഗ്യമേ ജീവിതത്തിൽ എനിക്ക് കിട്ടാനുള്ളത്. മോള് താഴേക്കോ, അവൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു.